Exercise 2.1 no? Yes, sir. അതിനകത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ 2.1 നാലാമത്തെ 2.1 നോ 2.1 ഒക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങളായില്ലേ? സർ പക്ഷേ ഡൗട്ട് ഇതോ ഈ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പേഴ്സ് അല്ല സാർ, ആ സോൾവിനകത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞു നടക്കുന്നു. 2.2 അല്ലടാ അത് എക്സസൈസ്? അല്ല സാർ, എക്സസൈസ് 2.1 അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് 9/11 - 4/15. ഇതോ? അതിന്റെ LCM എടുക്കണം. LCM of 11 and 15. What is the LCM of 11 and 15? നീ എടുത്തായിരുന്നോ? എടാ LCM പറയടാ. സാർ അപ്പോൾ വലിയൊരു സംഖ്യയാണ് സാർ വരുന്നത്. വലിയ സംഖ്യ വന്നാൽ എന്താ നമ്മൾ പേടിക്കണേ? വലിയ സംഖ്യ ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എടേ വലിയ സംഖ്യ എത്രയാ വന്ന LCM? LCM of 11 and 15 എത്രയാ വന്നേ? എത്ര വന്നു? 165 അല്ലേ? ആണോ? അപ്പൊ എന്താ 9/11 11 to be changed to 165. So what to be multiplied? Here it is multiplied by 15 and here also multiplied by 15 to get it as 165 minus 4 into 15 11 divided by 15 into 11 which is equal to 9 into 15. എത്ര വരിക? Sir, 135. Minus 44 divided by 165. So what is that? എത്ര വരും? 91/165 ആണോ? 91/165. ബസ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ മകനെ നിനക്ക് ചെയ്യാൻ പറ്റാതെ വന്നേ? ആൻഡ് that is also showing your impatience to do that. അതാണ്. ഓക്കെ, നമ്മൾ എവിടെ എത്തി? ഇപ്പൊ തിരിച്ചത് ഇവിടെ വന്നിട്ടുണ്ട്. ദിസ് വാസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വി ഡിസ്കസ്ഡ് അല്ലേ? ഈ പിക്ചർ നോക്കിയിട്ട് ടെൽ മീ വിച്ച് ഓഫ് ദം ഷോ ദിസ് ഫിഗർ. അപ്പൊ അതാണെങ്കിൽ 3 into 1/5 നമ്മൾ കണ്ടെത്തി. What about homework? Which homework? That only I told you to put that homework in our class notes. Sir, homework എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് അല്ലേ? അതെ, ഞാൻ പറയുന്നതെല്ലാം ഹോംവർക്ക് ആണല്ലോ. അതാ ഇപ്പൊ ഞാൻ പറയല്ലേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that you must do and you do it in your notebook and take the photo of that notebook and put it in that class note. That's all. ഇതിനകത്ത് വൺ നോട്ട് എന്നും പറഞ്ഞു ഒരു കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ മോനെ. ആ വൺ നോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം മോനെ. ലാപ്പിനകത്താണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. ലാപ്പിനകത്ത് നേരെ കയറിക്കോളൂ അതിനകത്ത്. അതിനെ സാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് സാർ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ സാർ പറ്റുള്ളൂ സാർ. അത് വൺ നോട്ടില്. പക്ഷെ ലാപ്പിനകത്ത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഓപ്പൺ ഓഫീസ് നിങ്ങൾ ഇൻസ്റ്റാൾ പിന്നെ ഇത് സൈൻ ഇൻ ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. office.portal.com എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് ആദ്യം നിങ്ങൾ ഈ യൂസർ ID ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം വേണം എപ്പോഴും എല്ലാം എടുക്കാൻ. ആ ബ്രൗസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. ഏതാണ്? office.portal.com. ഓക്കെ, നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്യാം മോനെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ പോർഷൻസിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ ഈ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഇതെങ്ങനെ ചെയ്യുക. ഞാനിതിനകത്തുനിന്ന് നിങ്ങൾ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്തോളാം കേട്ടോ. അതിന്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു സർ. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും നല്ലത്. മിനിമം ഫസ്റ്റ് 5 എങ്കിലും ചെയ്തിരിക്കണം. 20 into 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 20/1 into 4/5. ദാറ്റ് ഈസ് 20 into 4/1 into 5. Now
Sir, ആ നമുക്കിവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സംഖ്യ ആയി പോകില്ലേ? 5 ഡിവൈഡഡ് ബൈ 5 1, 20 ഡിവൈഡഡ് ബൈ 5 4 അല്ലേ? ശരിയല്ലേ? കാരണം ഇതിൽ രണ്ടിലും ഇവിടെ മുകളിലും താഴെയുമുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള കോമൺ ഫാക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ് ക്യാൻസൽ ദ കോമൺ ഫാക്ടർ ഫസ്റ്റ്, ദെൻ യു മൾട്ടിപ്ലൈ. സോ 4 into 4 16 ഡിവൈഡഡ് ബൈ 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 16. കണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. sir, ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് ഒരു പോവാം എല്ലാം പോവാം. ഇവിടെ നോക്കിയേ, ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. ഹാഫ് ദ സർക്കിൾ ഓഫ് ദ ബോക്സ്, ഇതിനകത്തുള്ള ഹാഫ് സർക്കിൾ ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ആർ ഹിയർ ടോട്ടൽ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഓഫ് 12, ഹാഫ് ഓഫ് 12 എത്രയാണെന്ന് നമ്മൾ മനസ്സിലായി. ഒരു മിനിറ്റ്. അപ്പൊ ഇതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഹാഫ് ഓഫ് ദറ്റ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് സർക്കിൾസ് ഇൻ ദ ബോക്സ്, ഹാഫ് ഓഫ് 12. വാട്ട് യു മീൻ ബൈ ഓഫ്? മൾട്ടിപ്ലൈ. അപ്പൊ ഹാഫ് ഇൻറ്റു 12 എന്ന് പറയുന്നതിനാണ് തുല്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 12 by 1. So again, when you simplify it, you need to 12 by 2 into 1, and you have some common factors here. 2 and 12 into 2, 6 times. So it is 6 by 1 is equal to 6. So we identified that half of 12 is none other than 6. So how many circles are to be shaded here? 6 circles. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 6 സർക്കിൾസിനെ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ശരിയല്ലേ? യെസ്, എന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. തടം എന്നൊക്കെ പറഞ്ഞാൽ ഈ സർക്കിളൊക്കെ ഒരുമാതിരി വരച്ചാൽ മതി കേട്ടോ. ഇന്നും അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി ഇതാണ്. ഇനി അതല്ലാതെ നമ്മുടെ മനോധർമ്മം ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഹാഫൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. 2/3 ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബെറ്റർ യു ഗോ ഫോർ വാട്ട് ദ വാല്യൂസ് 2/3 ഓഫ് the triangles in the box. How many triangles are here? 1 2 3 4 5 6 7 8 9. 2/3 of 9, that is 2/3 into 9/1, which is equal to 2 into 9/3 into 1. So again the cancelling the common factor 3, so it becomes 6/1, which is equal to 6. So correct. So how many triangles are to be shaded here? 6 അല്ലേ? ശരിയല്ലേ? 6 triangles ഷെയ്ഡ് ചെയ്യണം. Correct? So we shaded 6 triangles. So that is its answer, and so on. So you can do the rest also. Set ചെയ്യാൻ പറ്റില്ലേ? See, ഈ ക്വസ്റ്റ്യനിൽ ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യണം. ഇവിടെയും ഈ ഫിഗർ ഉള്ളത് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം കേട്ടോ. പക്ഷേ ഈ ടൈപ്പിൽ വരുമ്പം നിങ്ങൾ ഫസ്റ്റ് 5 അല്ലേ ഞാൻ പറഞ്ഞത്? Better you do the last 5 questions. Okay, minimum last 5 questions. If you can do all the questions, that's good. ഞാൻ ഒരുപാട് ഹോംവർക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാം. ഓക്കെ, ഇതാ അടുത്തത് എന്താ പറയുക? ഫൈൻഡ് 3/4 ഓഫ് 16 and 36. ഇപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം. ലെറ്റ്സ് ഡു. ഇത് ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3/4 ഓഫ് 16 and 36. എന്താണ് 3/4 of 16? So we have 2 questions here. The first question is what? 3/4 of 16. That is first question. Then the second question is what? 3/4 of what? 36. So we have 2 questions, and now it's very simple because we know what is 3/4 of 16. How do we do this 3/4 of 16? 3/4 into 16, which means 3/4 into 16/1. Now it means 3 into 16. This is what multiplication says. You multiply the numerator and multiply the denominator. Then common factor. We can cancel 2 from both 16 and ഇവിടെ 3 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 16ഉം 4ഉം ആയിട്ടുണ്ട്. 4 divided by 2 2. 16 divided by 2 8. Again we have 2 is a common factor in both
So 2 divided by 2, 1. 8 divided by 2, 4. So what do you get? 3 into 4 by 1 into 1. കൊണ്ട് ഡിവൈഡ് Yeah, that's up to you. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിന്റെ സ്റ്റെപ്പ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. സോ 12 by 1 which is എടുത്തില്ലല്ലോ സാർ, ഏ ഡിവിഷന്റെ എടുത്തില്ലല്ലോ ഇതുവരെയായിട്ടും. എടാ മോനെ, നീ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ലടാ ഡിവിഷൻ. അല്ല സാർ, ഞാൻ ചോദിച്ച എടുത്തോന്ന്. എടുക്കാൻ ആയില്ലടാ, സമയമായില്ല. ഓക്കെ സാർ. നമ്മൾ എല്ലാം പറഞ്ഞു പോണ്ടേ, എല്ലാ ക്വസ്റ്റ്യനും. ഞാനിത് ഏതെങ്കിലും വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ, ആ സാധനം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം പറയും സാർ അത് പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകണമെന്നുള്ളതേ ഉള്ളൂ കേട്ടാ. കേട്ടാ മോനെ? അടുത്തത് എന്താ? അപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ ലാസ്റ്റ് വൺ ഡി, മിനിമം ഈ ഡി എങ്കിലും ചെയ്തിരിക്കണം ഹോംവർക്കായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാം. 3 by 4, 3 and 1 by 4 ഒരേ ടൈപ്പാണ് കേട്ടോ. 3 and 1 by 4 into 6. എങ്ങനെയാ 3 and 1 by 4 into 6 എന്ന് പറഞ്ഞാൽ? See, we know when you multiply that we must change this എന്താണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ 3 into 4 plus 1 അല്ലേ? അപ്പോൾ എത്ര വരും? 3 into 4 plus 1, 12 plus 1, 13 by 4 into 6, which is equal to 13 by 4 into 6 divided by 1. That is 13 into 6 by 4 into 1. So we are searching for some common factor between the denominators and numerator. 13 ഉം 4 ഉം തമ്മിൽ ഒരു കോമൺ ഫാക്ടറും ഇല്ല. So next move to 6 and 4. Yeah, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? 6 divided by 2, 3. And 4 divided by 2, 2. So which means 13 into 3 by 4 in 2 into 1 അല്ലേ? 2 into, that is 39 by 2. So better നമ്മൾ ഇത്രയും വലിയ ഭാരം ചുമന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. എത്ര? 19 and 1 by 2 അല്ലേ? ഓക്കെ, ഗുഡ്. അടുത്ത അത് ചെയ്യാൻ മനസ്സിലായല്ലോ. ഫൈൻഡ് 1 by 2 ഓഫ്, ഓക്കെ, വീൻഡ് 1 by 2 ഓഫ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇപ്പൊ ഇതില് നിങ്ങൾ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരണം കേട്ടോ. One by two of 2 and 3 by 4 ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാ? 1 by 2 of 4 and 2 by 9. ഇത് രണ്ട് ക്വസ്റ്റ്യനാ. അപ്പൊ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിച്ചാൽ എങ്ങനെ വരും? 1 by 2 into 2 and 3 by 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ദാറ്റ് ഈസ് 1 by 2 into 8 plus 3. 8 plus 3 is 11 by 4 അല്ലേ? Which means 1 into 11 by 2 into 4. So we understood what? There is no common factor between 1 and 2 and 1 and 4. 11 and 2 and 11 and 4. So but put as it is 1 into 11, 11 by 8. Which means 1 and 3 by 11. 1 and 3 by 3/8. അതുപോലെ തന്നെ you can do this also. ചെയ്യാൻ പറ്റില്ലേ? Yes sir. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Vidya Pratap went for a picnic. Yeah, let's do that. Vidya Pratap went for a picnic. Their mother gave them a water bag that contained 5 liters of water. Vidya consumed 2 by 5 of what? The water. Pratap consumed the remaining water. How much water Vidya drink? And what fraction of the total quantity of water did Pratap drink? See. Wait a minute, please. Teacher.
അയ്യോ, ആഹാ. ആണോ ആണോ അയ്യോ, പ്രശ്നം ഉണ്ടോ ടീച്ചറെ? ഓക്കെ, നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പിക്നിക്. പിക്നിക് അല്ലേ? അതായത് ഷീ ഹാസ് വാട്ട്, ഈ വിദ്യയുടെ മദർ 5 ലിറ്റർ ഓഫ് വാട്ടർ കൊടുത്തു വിട്ടു. എത്ര? 5 liters ഓഫ് വാട്ടർ. ആൻഡ് വിദ്യ കൺസ്യൂംഡ് 2/5 ഓഫ് ദാറ്റ് വാട്ടർ. മീൻസ് വിദ്യ എത്ര കൺസ്യൂം ചെയ്തേ? കൺസ്യൂംഡ് 2/5. 2/5 ഓഫ് വാട്ട്? 5 liter അല്ലേ? ശരിയല്ലേ? Because Yes, sir. the Yes, total sir. water that mother give to Vidya is 5 liter. 5 liter ബോട്ടിൽ കൊടുത്തു വിട്ടതാ. ആ 5 liter ബോട്ടിലിൽ നിന്ന് വിദ്യ കൺസ്യൂംഡ് 2/5 ഓഫ് വാട്ട് ഷി ഹാസ്. അതായത് 5 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2/5 ഓഫ് ദാറ്റ് പാർട്ട് ഷി ടുക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2/5 ഓഫ് 5 liter എത്ര ആയിരിക്കും? നിങ്ങൾ അല്ലാതെ കാൽക്കുലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വി ഹാവ് Sir, 2 liters. 2 liter 2 അല്ലേ? liter. അത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. കാരണം ബിക്കോസ് 5 liter നിങ്ങൾ അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 2 പോർഷൻ ഈസ് ടേക്കൺ ബൈ വിദ്യ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഇത് കണ്ടുപിടിച്ച മാത്തമാറ്റിക്കലി നമ്മൾ അരിത്തമാറ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 2/5 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 അല്ലേ? ദാറ്റ് ഈസ് 2/5 ഇൻറ്റു 5/1. You can cancel the common factor and you will get 2 liter. 2 liter of water actually consumed by Vidya. And Pratap consumed the remaining water. So they didn't ask you what portion of what that water has actually consumed by Pratap. അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. 2/5 ഓഫ് ദറ്റ് വാട്ടർ ഈസ് കൺസ്യൂംഡ് ബൈ വിദ്യ. Then what is left over in that? 3/5. So it's very simple because we divided it into 5 equal parts, out of which 2 actually consumed by whom? 2/5. That means 2 part is consumed by Vidya and remaining is 3. So 3 is consumed by 3/5 of the total is consumed by Pratap. So the fraction is 3/5. അത് അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ since 2 liter of water is consumed by Pratap, what's remaining in that? When Vidya, then 3 liter. 3 liter means it is actually 3/5 of what? The total. Is it? Yes, Okay. sir. Okay. Shall we move to the next question? അടുത്ത എക്സസൈസിലാണ് നിങ്ങൾ ഞെട്ടും. ഇതെന്താ ഇങ്ങനെ എല്ലാ എക്സസൈസും തടപടയെന്ന് പറഞ്ഞിട്ട് പോകണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം പോകാൻ പറ്റുന്നത്. വാട്ട് ഈസ് 1/7 ഓഫ് 2/9? That is one question. And the second question is 1/7. എന്താണ് എടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ? 1/7 ഓഫ് 6/5. Then the third question. Sir, 2/9 ഉണ്ട്. Yeah, 1/7 of 2/9 is written here. You did not see that. 1/7 of Sir, next 1/7 of 3/10. 3/10. So now the first one, 1/7 of 2/9. How do we do that? 1/7 into 2/9. Into 2/9. അല്ലേ നമ്മളെടുത്ത കളി അല്ലേ? Very simple. So it is 1 into 2. Simplify. There is nothing to simplify here because 1 and 7 have no common factor. 2 and 7 is also having no common factor. 1 and 9 is also having no common factor. Yeah, 1 and 9 has a common factor 1. Other than 1, there is no other common factor between these two. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. So it is 2/63. And that's all. 63. Okay. Clear? അപ്പൊ ഇതില് നിങ്ങൾ ആ ഫസ്റ്റ് എക്സസൈസിൽ ഈ ലാസ്റ്റ് വൺ ചെയ്തേക്കണം, സെക്കൻഡ് വൺ ചെയ്തേക്കണം കേട്ടോ. അടുത്ത ഫസ്റ്റ് അപ്പൊ ചെയ്യണ്ടേ? ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മിനിമം ഇത്രയെങ്കിലും ചെയ്തിരിക്കണം. ഈ തേർഡ് എക്സസൈസിൽ ഈ മിനിമം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തിരിക്കണം.
രണ്ടും ചെയ്താൽ സന്തോഷം. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. എത്ര കൂടുതൽ പ്രാക്ടീസ് Okay, ചെയ്യുമോ sir. അത്രയും രണ്ടും നല്ലത്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കാം. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ടു ഇറ്റ്സ് സ്മോളസ്റ്റ് ഫോം. റെഡ്യൂസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, വേണ്ട, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുക്കാം. ഇഫ് ദർ എക്സിസ്റ്റ് എനി കോമൺ ഫാക്ടർ യു ക്യാൻസൽ ഇറ്റ് എന്നാ പറയാം. സി, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുക്കാം. സി 1/3 ഇൻറ്റു 1/15. ഇതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. നമ്മൾ അല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നത്. എന്താ ചെയ്യാ? സാർ 1/3 into 15/8 ആണ്. ആ അല്ല അങ്ങനെയല്ലേ എഴുതിയിരിക്കണേ? സാറ് പറഞ്ഞത് 1/3 into 1/15 ആണ്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു തെറ്റാണല്ലോ. ശരി, അപ്പോൾ ഇത് നമുക്ക് ശരിയാക്കാം. ഇവിടെ നോക്കിയേ, 1ഉം 3യും കോമൺ ഫാക്ടർ അതർ ദാൻ 1 there is no other common factor. പറ്റത്തില്ല. 15 and 3 ഉണ്ടോ? കോമൺ ഫാക്ടർ ഉണ്ടോ? Yes, sir. What is the common Sir, factor? 5. Which is the common factor? Sir, What? 5 3യുടെ 1 നിങ്ങൾ Sir, 3യുടെ അങ്ങനെയല്ല. നിങ്ങൾ എന്റെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ. ഐ എം നോട്ട് ആസ്കിങ് യു ദ ആൻസേഴ്സ്. യു ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ആൻസർ വിളിച്ച് പറയാതെ. 3 and 15. Sir, there is a Which is the common factor between 3 and 15? 5. 5 ആണോ കോമൺ? 5. തെറ്റ്. That's wrong. Sir, 3. 3 is the common factor between 3 and 15. So you divide this 3 by 3, that is 1. And 15 divided by 3, that is 5. അങ്ങനെയല്ലേ ചെയ്യുന്നത്? Yes, sir. അങ്ങനെയാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ 1 into 5, that is 1 into 5 divided by 1 into 8, which is equal to 5/8. Good. അല്ലേ? കിട്ടിയില്ലേ? Yes, sir. Yes, sir. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തത് ഈ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തോ അതിൽ കേട്ടോ. ബെറ്റർ യു ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഞാൻ പിന്നെ മിനിമം ഫസ്റ്റ് ഡു. ഫോർ ദ ഫ്രാക്ഷൻസ് ഗിവൺ, മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ദ പ്രൊഡക്റ്റ് ടു ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. Tell me whether the fraction obtained is proper fraction or improper. The fraction obtained improper. We are doing all these things. അല്ലേ? നമ്മളെല്ലാം ചെയ്തിട്ടല്ലേ പോകുന്നത്. നമ്മളല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ, അല്ലേ? നമ്മളെല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അതിനെ ലോവസ്റ്റ് ഫോമിലാക്കുന്നുണ്ട്. പിന്നെ പ്രോപ്പർ അല്ല എങ്കിൽ, ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കും? മിക്സഡ് ഫ്രാക്ഷനും ആക്കിയിട്ടല്ലേ എഴുതുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു പോകുന്നേ? അങ്ങനെയല്ലേ? എന്താ നിങ്ങൾ മിണ്ടാത്ത കുട്ടികളെ? അങ്ങനെയല്ലേ? Yes, sir. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്കിത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാം. നമ്മൾ ഇവർ പറഞ്ഞതുപോലെ നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ഇതിനെ അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്തു പോവുകയാണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് കിട്ടിയ ആൻസർ അതുപോലെ ഇട്ടിട്ട് പോവല്ല. അപ്പൊ 3/2 into 5 and 1/3 to be changed. എന്തായാലും 3 into 5 15 plus 1 16/3. So again it is എന്താ പറയുക? 3 into 16/2 into 3. നോക്കിയേ, Sir, ഇത് 3 പോവും. അങ്ങനെയല്ല. 2 and 3, do they have any common factor other than 1? 2 and 3 No, ഉണ്ടോ? sir. No common factor, so we cannot cancel. അടുത്ത 2 and 16, do they have any common factor between? Sir, Which is the common factor? 2. So 2 divided by 2. What is 2 divided by 2? 1. 16 divided by 2. 8. Okay. അടുത്ത 3 and 3, do they have any common factor? 1. Yeah. എത്ര അത്? 1 ആണോ? 1 ആണോ common factor? 3. 3 is a common factor. So 3 divided by 3, 1. Here also 3 divided by 3, 1. So now we need not go for actually checking any common factor here, because there is nothing here. But 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 into 8 by 1 into 1. What is that? 8 by 1, which is 8 equal by to 1. 8. ശരിയല്ല? സാറി 8/1 ആവുമ്പോ 8 ന്യൂമറേറ്ററിൽ കിടക്കുമ്പോ 8 1നേക്കാളും വലുതല്ലേ? ഓ, അപ്പൊ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണ്ടേ? അത് ഫ്രാക്ഷൻ അല്ലല്ലോ മോനെ. 8 is not a അല്ല fraction. സാർ, അപ്പൊ നമ്മള് 8/1 എഴുതുന്നതിനാ? 8/1 ആണ് കിട്ടിയത്. അത് means it is 8. It is not a fraction. Is it a fraction? 8 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണോ?
sir. It is not a fraction. Fraction എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. See, 3/2 is a fraction. It has a denominator other than 1. അവിടെയാണ് ഫ്രാക്ഷൻ എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ 16/2 is not a fraction. എന്താ കാര്യം? 16/2 Sir, it's equal to 8. Sir, it's equal to 8. It can be further simplified. It can be further simplified and it become 8/1. That means it is 8. It is not a fraction. Fraction means you must have a denominator other than 1. 0, obviously it should not be 0. 0 അല്ലാതെ തന്നെ 1 അല്ലാത്ത ഒരു ഡിനോമിനേറ്റർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഫ്രാക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തന്നെ ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പർ അല്ലേ? ഹോൾ. There is no part in it. അല്ലേ? പാർട്ട് എന്നുള്ളതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. If it is whole, it is complete. അവിടെ പിന്നെ നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ പോകില്ലല്ലോ. ഈ ഹോൾ ആൻഡ് പാർട്ട് ആണ് എന്തെന്നാണ് നീ പറഞ്ഞ മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ. It consists what? Both a whole number part and a part also. A fractional part. So that's why it is mixed fraction. Mixed fraction. This is called mixed fraction. Clear? sir. Okay. Now, അപ്പോൾ അതുകൊണ്ട് മനസ്സിലായല്ലോ മോനെ, ആ മിസ്കോൺസെപ്റ്റ് ഉണ്ടാവരുത്. 8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ, നോട്ട് അറ്റ് ഓൾ എ ഫ്രാക്ഷൻ. ദാറ്റ് ഈസ് എ ഹോൾ നമ്പർ. അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ എന്ന് നിനക്ക് ഇപ്പോൾ വേണേൽ പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ. നെവർ. ഇറ്റ് കനോട്ട് ബി എ ഫ്രാക്ഷൻ. നമ്മളൊരു പിന്നെ കേക്ക് എടുത്തിട്ട് ഞാനതിനെ മുറിച്ച് കഴിഞ്ഞാലേ അതിലൊരു ഫ്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇഫ് ഐ എം ഗിവിങ് യു ദറ്റ് കേക്ക് കംപ്ലീറ്റ്ലി, ദാറ്റ് മീൻസ് ഹോൾ ആയിട്ട് ഞാൻ തന്നു കഴിഞ്ഞാൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ കേക്ക് ഈസ് ഗിവൺ എന്ന് ചോദിക്കുന്നത് മീനിങ്ലെസ് അല്ലേ അവിടെ? ഞാൻ മുഴുവൻ കേക്ക് തന്നു, എന്നിട്ട് നിന്റെ അടുത്ത് പറയാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ കേക്ക് ഈസ് ഗിവൺ ടു യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്ത, ഈ മനുഷ്യന് വേറെ എന്തെങ്കിലും പണി നോക്കി പൊക്കൂടെ എന്ന് ചോദിക്കും അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫ്രാക്ഷൻ. പക്ഷെ ഫ്രാക്ഷൻ എപ്പോഴാവുന്നത്? when I divide that particular cake into some 4 pieces and I take 1 piece of that and which actually given to you. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും, sir, out of these 4 pieces you gave me 1 piece. So that means it is 1/4 of that total. So it's a fraction. That's fraction. Otherwise it's not a fraction. Okay, clear? Clear? Yes, sir. Okay. Next. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ചെയ്തോ. 5, 6, 7. അടുത്ത വിച്ച് ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ ഒരു പാർട്ടേ ഞാൻ ചെയ്യുള്ളേ, രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ഗ്രേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/7 ഓഫ് 3/4. ഇവിടെ 2 ഫ്രാക്ഷൻസാണ് തന്നിരിക്കുന്നത്. 1 is 2/7 ഓഫ് 3/4 മറ്റൊന്ന് 3/5 ഓഫ് 5/8. വിച്ച് ഈസ് ബിഗർ എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വി മസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് ദിസ് ഫ്രാക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ ആൻഡ് വാട്ട് ഈസ് ദിസ് ഫ്രാക്ഷൻ സ്റ്റാൻഡ്സ് ഫോർ. ഇത് രണ്ടും കൃത്യമായി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണോ വലുത് ഇതാണോ വലുത്. അല്ലാതെ ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ നമ്മൾ ആര് രാമാനുജനൊന്നും അല്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ട് ഈസ് 2/7 ഓഫ് 3/4? 2/7 into 3/4 അല്ലേ? Do we have any common factor between them? Yes. 2/2 1, 4/2 2 അല്ലേ? Then 1 into 3 3 and 7 into 14. So 3/14 is the fraction corresponding to this expression. Is it? And now take this one, 3/5 of 5/8. That is 3/5 into 5/8. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? Yeah, we have 5 divided by 5 1, 5 divided by 5 1, and 3 and 8 have no common factor and nothing else. So 1 into 3 3/8 അല്ലേ? So 3/14 and 3/8 which is bigger? ഇവിടെ ഒരു മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം. We have 3 cakes. ഇത് ഫ്രാക്ഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനിങ്ങനെ പല രീതിയിലും നമുക്ക് ഇവിടെ സാധാരണഗതിയിൽ ഇതെങ്ങനെ ചെയ്യാം? നമ്മളിങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് വേണം അല്ലേ? എന്നിട്ട് ന്യൂമറേറ്റർ കമ്പയർ ചെയ്യണം. പക്ഷേ ന്യൂമറേറ്റർ സെയിം ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം,
ഈ ഡിനോമിനേറ്ററൊക്കെ LCM എടുത്ത് സെയിം ആക്കാനൊന്നും പോകണ്ട. അല്ലാതെ ചിന്തിക്കുക. നോക്ക്, 3 കേക്കുണ്ട്. ആൻഡ് വി ഡിവൈഡഡ് ദാറ്റ് ഇൻ ടു ഹൗ മെനി പീസസ്? 14 പീസസ്. അല്ലേ 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 പീസസ്. അപ്പോൾ 14 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 3 കേക്ക് തന്നെ, ഒരേ സൈസുള്ള 3 കേക്ക്, അതിന് 8 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. വിച്ച് വൺ ഈസ് ബിഗ്ഗർ? ബിഗ്ഗർ പീസസ് ഏതായിരിക്കും? 3 കേക്ക്സ്. 3/8. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ കണ്ടുപിടിക്കാം. ഇത് എപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുക? സെയിം. അല്ലെങ്കിൽ ആക്ച്വലി സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്താ? മേക്ക് ദ ഡിനോമിനേറ്റർ സെയിം ആൻഡ് കമ്പയർ ദ ന്യൂമറേറ്റർ. കറക്റ്റ്. സാർ നമ്മളിപ്പോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തല്ലേ, രണ്ടും രണ്ടായിട്ട് ചെയ്താലേ ഏത് ഫ്രാക്ഷനാ വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ. മനസ്സിലായില്ല? ഇതിപ്പോ രണ്ടും കൂടി നമ്മള് ഒരുമിച്ച് ചെയ്യുമ്പം ഇത് രണ്ടിന്റെയും കൂടി ഉത്തരവല്ലേ ഈ 3/8 എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതാ വലുതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂടെ ഒരുമിച്ച് മോൻ എന്താ ഉദ്ദേശിച്ചേ? എടാ, നിന്റെ കയ്യില് 3 കേക്ക് ഞാൻ തന്നു. അതിനെ 14 പീസാക്കാൻ പറഞ്ഞു. എത്ര പീസാക്കാൻ പറഞ്ഞു? 14 ഈക്വൽ പീസ്. 14 ഈക്വൽ പീസാക്കാൻ പറയുമ്പോ ആ ഓരോ പീസും എത്ര സൈസ് ഉണ്ടാവും എന്ന് നിനക്ക് ചിന്തിക്കാമല്ലോ. ഒരു 3 കേക്ക് എടുത്ത് അതിനെ 8 പീസാക്കുമ്പോൾ, ഈക്വൽ സൈസിന്റെ 8 പീസാക്കുമ്പോൾ അതിന് ഓരോന്നും ഏത് സൈസ് ഉണ്ടാവും എന്ന് നിനക്കൊന്ന് ഇമാജിൻ ചെയ്തൂടെ? ഞാനിത് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡിലേക്ക് പോകണ്ട. ഐ വോണ്ട് ടെൽ യു ടു ഗോ വിത്ത് ദിസ് മെത്തേഡ്. ജസ്റ്റ് ഫോളോ ദ അതർ മെത്തേഡ്. ഏതാ വലുത്? 3/8 will be bigger. ഓക്കേ സാർ, ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ കണ്ടില്ല സാർ, അതുകൊണ്ടാ. ഏത്? മനസ്സിലായി? 2/7 3/4 കണ്ടില്ലായിരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്താലും മതി. 14 and 8 മേക്ക് ദ ഡിനോമിനേറ്റർ സെയിം, ദെൻ യു ഡു ദ റെസ്റ്റ് ഓഫ് ദ കാൽക്കുലേഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ പോരേടേ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഇതൊരു മെത്തേഡല്ല, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ നോളജാണ്. അപ്പം നമ്മൾ പല സ്ഥലത്തും നമ്മൾ പ്രാക്ടിക്കൽ നോളജ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. മനസ്സിലായില്ലേ? ഓക്കെ, പോട്ടെ. അത് ഞാൻ പറഞ്ഞു. മനസ്സിലായ കുട്ടികൾക്ക് അത് ചെയ്യാം അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങളുടെ യൂഷ്വൽ മെത്തേഡിലേക്ക് പോവാം. നോക്ക്, ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് അല്ലേ നിങ്ങളുടെ ടൈം. അടുത്ത സെയിലി എന്താ? plants 4 saplings in a row in her garden. The distance between 2 adjacent saplings എന്താണ്? 3/4 meter. And the distance between the first and the last sapling. അതായത് ഞാൻ അതിൻ്റെ ഒരു ഇത് വരച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഇത് വയ്ക്കുക. ഇത് A ഒരെണ്ണം വെച്ചു, B 2 എണ്ണം വെച്ചു, C ഇങ്ങനെ വെച്ചു, 4 D. ഞാൻ ഈ കണക്കല്ല, ഞാൻ വേറൊരു പ്രോബ്ലം പറയാം. 5 എണ്ണം വെച്ചു, C D E 5 ചെടികളുടെ പേരായിരുന്നു. A B C D and E. There are 5 plants. ഈ 5 plants നമ്മളിങ്ങനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് തമ്മിൽ അടുത്തടുത്ത, ഇപ്പോൾ എയും ബിയും 2 പ്ലാന്റ്സ് ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് സം 2 സെന്റിമീറ്റർ. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റും ലാസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. How do you find first and last? എല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ പോരെ? എല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ തെറ്റും. How many? 1 2 3 4. There are 4. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. How many distances are there? അതാണ് പ്രത്യേകത. How many 2 സെന്റിമീറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 കൊണ്ടാണോ? നോക്ക്, how many distances are there? That is very important. 4 distances are there. Each of with 2 centimeters. So what is the distance between A and E എന്ന് ചോദിച്ചാൽ 4 into 2 which is equal to 8 centimeter. So നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയല്ലോ. Now you compare this concept with this one. Here also he planted the saplings in that way in a row in her garden with a distance between 2 adjacent saplings as 3/4 meter instead of 2 centimeter, 3/4 meter. Find the distance between the first and last sapling.
How many saplings she has actually planted, that is also very important. Okay, now take this. നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി, ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. Lipika reads book for 1 and 3 by 4. 3 meters. No, that one I won't tell you. You just find it and check. നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ we'll discuss it tomorrow. Okay, tomorrow in the class, next class. 1 and 3 by 4 hours every day. She reads entire book in 6 days. So ഒരു ദിവസം, one day I read around 2 hours. Okay. അങ്ങനെ ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ഞാൻ 2 മണിക്കൂർ വെച്ച് വായിക്കുന്നു. അങ്ങനെ ഞാൻ 6 ദിവസം കൊണ്ട് I completed a particular book. Means I took 6 days to complete a particular book. Then how many hours in all we require to read the book? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 6 ദിവസം എത്ര മണിക്കൂർ എടുക്കും? Sir, 2 into 6. 2 into 6. So the same logic to be applied here also. A day I read how much? 1 and 3 by 4 hours. 1 and 3 by 4 hours. So in 6 days how many? 1.25 മണിക്കൂർ. No, that's not right. നിങ്ങളെടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറ. നിങ്ങൾ ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും I won't appreciate that. In 6 hours what do you do? Sir, 6 into 6 into 1 and 3 by 4. ശരിയല്ലേ? So that's all. ചെയ്യാൻ പറ്റൂലേ? പറ്റില്ലേ? കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. 16 കിലോമീറ്റർ യൂസിങ് 1 ലിറ്റർ പെട്രോൾ. ഇറ്റ് ഈസ് ലൈക്ക് എ മൈലേജ് അല്ലേ? മൈലേജ് ഓഫ് ദ കാർ എന്താണ്? 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ട്രാവൽസ് 16 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 5 into 16. 5 into 16. Very simple question. And what about 2 and 3 by 4 liters? What about 2 and 3 by 4? 3 by 4 into 16. 2 and 3 by 4 into 16. Correct? That's all. Yes, sir. Okay. Provided the number in the box. ഈ ബോക്സിനകത്തുള്ള നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. 2 into dash is equal to 10. 3 into dash is equal to 30. What to become here? 2 into dash. ഇവിടെ ഏത് ഫ്രാക്ഷനാണ് വരിക? 5. 2 into 5. 5 by 10. 3 5 by into 3 into 10. 10. അല്ലേ? 2 into 5 10. 3 into 10 30. ഇവിടെ ആണെങ്കിലോ 3 by 5 into dash 64 24. 3 into what? 8. 5 into dash 75. 15. Okay, 15 into 14. 5. 15. Okay, that's all. So നിങ്ങൾക്ക് കിട്ടും. And you Sir, put it in താഴത്തെ ബോക്സ്. Sir, താഴത്തെ provide the number in the box എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണിച്ചേക്കുന്നില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും എഴുതണോ? അവിടെ എഴുതണം. That is simplest form. For example, ഇവിടെ you got the simplest form of the number obtained in this box means 5 by 10 is the number obtained. So what is its simplest form? You have to cancel the common factor between the numerator and denominator. What is 1 by 2. 5 divided by 5 1, 10 divided by 5. 1 by 2. So 1 by 2. ഞാൻ ചോദിച്ചത് ഈ 8-നകത്ത് എ ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ദ നമ്പർ ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ബോക്സ് കാണിച്ചേക്കുന്നില്ലേ? ആ ബോക്സിൽ അവിടെ ആ ബോക്സിലാണ് ആദ്യം എഴുതിയിരുന്നത്. വാട്ട് വാസ് ദാറ്റ്? എത്രയായിരുന്നു ഞാൻ അവിടെ എഴുതിയേ? What was that number which we multiplied with 2 by 3 to get the 10 by 30? 5 by Sir, 10. 5 by 10. 5 by 10. So that is the number which is to be placed in this box. Then again, by cancelling the common